1991 ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ എന്താണ് പറയുന്നത് അറിയാമോ? ഇവിടുത്തെ അമ്പലങ്ങളും പള്ളികളും ക്രിസ്ത്യൻ പള്ളിയും ജൂതപ്പള്ളിയും ഏത് ആരാധനാലയമാണെങ്കിലും 1947 ആഗസ്റ്റ് 15 എങ്ങനെയായിരുന്നുവോ ആരതായിരുന്നുവോ ആ നില തുടരണം. സ്റ്റാറ്റസ് കോ മേ ബി മെയിൻറ്റെയിൻഡ്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ അവിടെ പള്ളിയാണെങ്കിൽ പള്ളി, അമ്പലമാണെങ്കിൽ അമ്പലം, ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളി, അത് മാറ്റാനോ തൊടാനോ ഉന്നയിക്കാൻ അധികാരമില്ല. ആ നിയമം പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയതാണ്. ആ നിയമം നിലവിലിരിക്കുമ്പോഴാണ് പള്ളിന്റെ ചോട്ടിൽ അമ്പലമായിരുന്നു എന്നൊരു പെറ്റീഷൻ കൊടുത്താൽ അത് അന്വേഷിക്കാൻ പോലീസ് വരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി, ഞങ്ങൾ കോടതിയുടെയും ചെറിയ ഒരു കളി ഇതിൻ്റെ അകത്തില്ലേ. അങ്ങനെ എത്രയോ സ്ഥലത്ത് സംഭവങ്ങൾ നടന്നു. നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ അടുത്ത് പല സ്ഥലത്ത് ചിലപ്പോൾ കോടതിയിൽ നിന്നും കമ്മീഷനെ അയക്കുക, ഇതൊരു പരിശോധിക്കുക, അപ്പോഴത്തേനും അവിടെ ബഹളമാവും. ഉത്തർപ്രദേശിൽ RSS BJPന്റെ ഭരണമാണ്. അവിടെ ഒരു പള്ളിയിൽ അരജി കൊടുത്ത് ഓർഡർ വാങ്ങിയിട്ട് പരിശോധിക്കാൻ വന്നു. സംബേൽ എന്നാണ് ആ പള്ളിക്ക് പേര്, ആ സ്ഥലത്തിന് പേര്. ആ പള്ളിയിൽ കമ്മീഷൻ വന്ന് BJPക്കാരും കൂടി വന്ന് പരിശോധന തുടങ്ങി. ഒരു നോട്ടീസ് ഇല്ല, ഒരു വിവരമില്ല. ഒരു ദിവസം രാവിലെ നമ്മളിപ്പോൾ അമ്പലമാണ് പള്ളിയാണ്, എന്തൊരു ബഹുമാനമാണ് നമ്മുടെ നാട്ടിലൊക്കെ. അതിൻ്റെ വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരും ഒക്കെ ബഹുമാനിക്കുന്നില്ലേ ആരാധനാലയങ്ങൾ. ഇതൊരു പള്ളി പൊളിക്കാൻ ബുൾഡൗസിലേറ്റ് രാവിലെ കയറി വരുമ്പോൾ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെയാണ് കയറി വരുന്നത്. അപ്പോൾ അവിടെ ആൾ കൂടി, അവിടെ ബഹളമായി, അടിപിടിയായി, സംഘർഷമായി. അവസാനം പോലീസ് വെടിവെച്ചു, 4 ആളുകൾ മരിച്ചു വീണു. അതാണിപ്പോൾ അടുത്തുണ്ടായിട്ടുള്ള സംഭവം. നമ്മൾ ജീവിക്കുന്ന കാലത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാതെ മൗനം ദീക്ഷിച്ച് കാലം കഴിയട്ടെ എന്ന് വിചാരിച്ചു പോയാൽ വരാനിരിക്കുന്ന ആപത്ത് തടയാനുള്ള മാർഗങ്ങൾ നഷ്ടപ്പെടുന്നു എന്നതാണ്. ഞാൻ വിശദമായി ഒരുപാട് പറയാനില്ല, നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറയാണ്ട്. എനിക്ക് 1-2 കാര്യം പറയാം. BJP അധികാരത്തിൽ വന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞു, 13ാമത്തെ കൊല്ലത്തേക്ക് കിടക്കുകയാണ്. BJP എന്തിനാണ് അധികാരത്തിൽ വന്നത് എന്ന് ഒരു മഹാനായ ജഡ്ജി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രസ്താവിച്ചു. ഓർമ്മയുണ്ടാവും, പത്രത്തിലൊക്കെ വന്നതാണ്. ഞാനൊക്കെ 1968 വക്കീൽ പണി തുടങ്ങിയത്. ജൂനിയർ വക്കീലായി 68 തുടങ്ങിയ ഞാൻ 82 അവസാനിപ്പിച്ചത്. ഞാൻ തുടങ്ങുന്ന കാലത്തൊക്കെ ഹൈക്കോടതി വിധികളും സുപ്രീം കോടതി വിധികളും എല്ലാ കീഴ്ക്കോടതികൾക്കും ബാധകമാണ്. എന്നാൽ ഞങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഹൈക്കോടതി, ഏത് ഹൈക്കോടതി വിധി പറഞ്ഞാലും നമ്മൾ താഴെ കോടതിയെ സ്വീകരിച്ചോളണം. ആ വിധികളിൽ ഏറ്റവും ബഹുമാനിക്കുന്ന വിധി പറയുന്ന കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. അലഹബാദ് ഇന്ത്യ ചരിത്രത്തിലെ നിയമ മേഖലയിൽ ഒരു വലിയ പാരമ്പര്യമുള്ള രാജ്യവുമാണ്. അലഹബാദ് കഴിഞ്ഞാൽ 2ാം സ്ഥാനം പിന്നെ കൊടുക്കുന്നത് മദിരാശി ഹൈക്കോടതിക്കായിരുന്നു. അതൊക്കെ വലിയ ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുക. കോടതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അലഹബാദ് ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മുണ്ടൂല. ആ അലഹബാദ് ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജി യാദവ് 1 മാസം മുമ്പ്, അധിക കാലമായിട്ടില്ല, വിശ്വ ഹിന്ദു പരിഷത്ത് VHPയുടെ യോഗത്തിൽ പോയി. അതൊക്കെ തന്നെ അസാധാരണമാണ്. ജഡ്ജിമാര് രാഷ്ട്രീയ മത വിഭാഗങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കാറുണ്ടോ? അങ്ങനെ ഒരു വിഭാഗീയത ഒരിക്കലും ഒരു ജഡ്ജിക്ക് മനസ്സിൽ വല്ല വിചാരം ഉണ്ടെങ്കിലും പോവാറില്ല. എന്നാൽ ധൈര്യമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യോഗത്തിന് പോയി. അവിടുന്ന് ഇദ്ദേഹം പ്രഖ്യാപിച്ച പ്രസ്താവന ഇന്ന് ഇന്ത്യയിൽ വലിയ ചർച്ചയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഭൂരിപക്ഷത്തിന്റെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ആ ഭൂരിപക്ഷത്തിന്റെ ഭരണം, ഭൂരിപക്ഷത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വിമർശിക്കേണ്ട, ആക്ഷേപിക്കേണ്ട, ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അങ്ങനെ ഒരു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞാൽ ആ ജഡ്ജിക്കെതിരായിട്ട് സുപ്രീം കോടതി വല്ല നടപടി സ്വീകരിച്ചോ? ഒന്നുമില്ല. ഇന്ത്യ ഗവൺമെന്റ് അതിൽ ഇടപെട്ട് എന്തെങ്കിലും സംസാരിച്ചില്ല. അവർക്കൊക്കെ ആവശ്യമാണിത്. മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായി, അതിനൊക്കെയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇരിക്കട്ടെ. ഞാൻ ആ ആശയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം അധികാരത്തിൽ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങൾ നടപ്പാക്കും. അതാണ് ഞങ്ങളുടെ നയം. അത് നടപ്പാക്കണമെങ്കിൽ നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടന പിച്ച് ചീന്തുക തന്നെ വേണം. അതിനുള്ള ശ്രമമാണ് ഇപ്പൊ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ കലിമുദ്ദീൻ. ആദ്യം ചില നിയമം ലംഘിക്കുന്ന നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഇപ്പൊ ഭരണഘടന പരിചറിയാൻ പോകും. ഇതിനെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കുകയും
ഈ തലമുറ ശക്തിയായി വെറ്റെല്ലാം മറന്ന് സംഘടിതമായി ഭരണഘടന രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അപകടം വരും എന്നാണ് ഈ യോഗത്തിന്റെ തത്വം. നമ്മുടെ ഭരണഘടനയ്ക്കുള്ള പ്രാധാന്യം എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊണ്ടുവരുമ്പോൾ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സംഘടന ഒന്ന് മാത്രമേ ഉള്ളൂ. ആ സ്വാതന്ത്ര്യ സമരത്തെ പൊളിക്കാനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ജാതി വർഗീയത ഇളക്കി വിട്ടത്. 1906 മുസ്ലിമീങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കി കൊടുത്തു ബ്രിട്ടീഷുകാർ. 1920 ഹിന്ദുക്കൾക്കും ഒരു സംഘടന ഉണ്ടാക്കി കൊടുത്തു. ആ രണ്ട് സംഘടനകളും പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് മറ്റുള്ള എല്ലാ വിഭാഗവും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് കൊണ്ടുപോയത്. 1857 ശിപ്പായി ലഹള മുതൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരം വരെ നടത്തിയ പോരാട്ടങ്ങൾ അത്ഭുതകരമായിരുന്നു. അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അതിന്റെ ഫലമായി ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യം നേടിയ മഹത്വവും ഒരു കോൺഗ്രസിന് മാത്രമുള്ളതല്ല. കോൺഗ്രസിനകത്ത് സാമ്പത്തിക കാര്യങ്ങളിലുള്ള നടപടിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ചില പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന ലക്ഷ്യം 3 1 ജനാധിപത്യം, 2 മതേതരത്വം, 3 സോഷ്യലിസം. ഇതാണ് ഭരണഘടനയും ചർച്ച ചെയ്തത്. ആ കാര്യത്തിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും സ്വാതന്ത്ര്യ സമരം നടത്തുന്ന കോൺഗ്രസിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. സോഷ്യലിസത്തിൽ സമ്പത്തിന്റെ വിതരണ കാര്യത്തിൽ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസം വന്നു. അതുകൊണ്ട് ആദ്യം കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടായി. ആ സോഷ്യലിസ്റ്റ് പാർട്ടി കുറെ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറി. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ സോഷ്യലിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായിട്ടാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയത്. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഈ ഒരു പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ കോൺഗ്രസിനകത്തുള്ള വലിയ ശക്തന്മാരായിട്ടുള്ള പ്രമാണിമാർ, സമ്പത്തിന്റെ ഉടമകൾ അതിനാപത്ത് വരും എന്ന് കണ്ടപ്പോൾ അതിനകത്ത് തകരാറുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി. ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില പാർട്ടികൾ, സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടായി പോകേണ്ടി വന്നത്. ഇതൊക്കെ ഒരു മധ്യസ്ഥ തീരുമാനത്തിനും വിട്ടുവീഴ്ച ചെയ്തിട്ടുമാണ് കോൺഗ്രസിന്റെ നേതാവായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്ന് കാര്യങ്ങൾ നോക്കിയത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചു, നമുക്ക് ഭാവി ഭരണം, ജീവിതം, രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഭരണഘടന വേണം. അത് അമേരിക്കക്കുണ്ടായിട്ടുണ്ട്, ഇംഗ്ലണ്ടിലാണ് ആദ്യം ഉണ്ടായത്, എല്ലാ ലോകത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപരമായി ഈ 3 ആശയങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കണം. അതിന്റെ ഘടന, ആ സംഘടന, ആ ഭരണഘടന ഉണ്ടാക്കുന്നതിന്റെ പ്രവർത്തകന്മാർ, കമ്മിറ്റിക്കാർ, നേതാക്കന്മാർ, അവരുടെ ഘടന ഇതിന് പറ്റിയ രീതിയിലായിരിക്കണം. അങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസം ഉള്ള ആളാണെങ്കിലും ഏറ്റവും താഴ്ന്ന പട്ടികജാതിയിൽപ്പെട്ടിട്ടുള്ള ഡോക്ടർ അംബേദ്കറെ ആ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി വെച്ചത്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള കമ്മിറ്റി മെമ്പർമാരിൽ കോൺഗ്രസുകാരും സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ടായിരുന്നു. സോഷ്യലിസം നടപ്പാക്കണം എന്ന് പറയുന്ന കാര്യത്തിലെത്തുമ്പോൾ ശക്തിയായി പറയാനുള്ള ശക്തി സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അന്ന് ഇത്രയില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് 3 കൊല്ലത്തെ ശ്രമഫലമായി 1950 ഇന്ത്യൻ ഭരണഘടന പൂർത്തിയായി. ഭരണഘടന അംഗീകരിച്ച് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുകയും ഇന്ത്യ ഒരു റിപ്പബ്ലിക്, പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭരണഘടന അനുശാസിക്കുന്ന നിയമവ്യവസ്ഥകൾ ഈ പിരിഞ്ഞുപോയ മുസ്ലിം സംഘടനയും ഹിന്ദു സംഘടനയും അല്ലാത്തവരൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ 2 ഞാൻ രാഷ്ട്രീയം പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സംഘടനയെന്ന് ഞാൻ പറയുന്നില്ല. അവരല്ലാത്തവരെല്ലാം ഭൂരിപക്ഷം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷ ആളുകളും പാർട്ടികളും അത് അംഗീകരിച്ചു. ആ ഭരണഘടന പ്രകാരം നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനും അസംബ്ലിക്കുമാണ്. പാർലമെന്റിൽ പാസാക്കേണ്ട നിയമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിന്റെ പട്ടിക ഭരണഘടനയിലുണ്ട്. സംസ്ഥാനങ്ങളുടെ നിയമസഭ പാസാക്കേണ്ടതായതൊക്കെയാണെന്നുള്ള പട്ടികയുണ്ട്. അത് രണ്ടിലെയും അങ്ങോട്ടും ഇങ്ങോട്ടും മറികടക്കാതെ നിയമസഭയും പാർലമെന്റും നിയമങ്ങൾ പാസാക്കും. ആ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഇവിടെ ജീവിച്ചു പോരുന്നതും നടപടിക്രമങ്ങൾ നടത്തുന്നതും എല്ലാം. എന്ത് നിയമം പാസാക്കിയാലും ഭരണഘടനയുടെ അന്തസത്തയ്ക്കും അതിന്റെ ഘടനയ്ക്കും എതിരാവാൻ പാടില്ല. എതിര് വന്നാൽ ആ വിഷയം കോടതിയിലെത്തിയാൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് തള്ളിക്കളയും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഭരണമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം.
ഭരണം നടപ്പാക്കുന്ന, ഭരണഘടന അനുശാസിക്കുന്ന പാർലമെന്റും നിയമസഭയും ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. ആ നിയമത്തെ തകർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരും. അത് തകർക്കുകയാണ് ഞങ്ങളെ ലക്ഷ്യമെന്നാണ് യാദവ് പറഞ്ഞത്. ആ ലക്ഷ്യം മെല്ലെ മെല്ലെ നടപ്പാക്കാൻ തുടങ്ങിയ കേന്ദ്ര ഗവൺമെന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിയമവാഴ്ചയല്ല നടത്തുന്നത്, നിയമവീഴ്ചയാണ്. നിയമവാഴ്ചയുടെ തകർച്ച, അപ്പോഴാണ് നിയമവീഴ്ചയാവുക. അത് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ഇതിന്റെ ഉദ്ദേശം. എൻ്റെ സുഹൃത്തുക്കളായ വക്കീലുമാർ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വന്ന് അവരൊക്കെ പറയും. ഞാൻ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ആമുഖമാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിയമങ്ങളെ തകർക്കാൻ കൊണ്ടുവന്ന ഓരോരോ പരിപാടിയിൽ മാത്രമേ പറയുന്നുള്ളൂ. ജാതി വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് വർഗീയ മുതലാളിത്ത രാഷ്ട്രം, ഇവിടെ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണുള്ള ഭരണഘടനയിൽ, അതിന് വിരുദ്ധമായ മുതലാളിത്ത വ്യവസ്ഥ ഭൂരിപക്ഷ പ്രമാണിമാരുടെ സഹായത്തോടു കൂടി നടപ്പാക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭിന്നിപ്പിന്റെ പ്രചരണം മതാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നേടിയെടുക്കുക. അതേത് നിയമവും അവർക്ക് ബാധകമല്ല, പുച്ഛിച്ചീന്തുകയാണ്. അതിന് ഉദാഹരണമാണ് കാശ്മീരിലെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞത്. കാശ്മീരിനെ പോലെ മറ്റു ചില പ്രദേശങ്ങളിലും രാജാക്കന്മാരിൽ നിന്ന് രാജ്യം പിടിച്ചെടുത്തപ്പോൾ ചില പ്രത്യേക അധികാരം കൊടുത്ത് നിലനിർത്തി വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ആ അവകാശങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഭരണഘടന പിച്ച് ചീന്തി എറിഞ്ഞ് കാശ്മീരിൽ പ്രവർത്തിച്ചത്. അതോടുകൂടി നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി എന്തും സംഭവിക്കുമെന്ന്. ഇത് അത് ബുദ്ധിപരമായി ശരിക്കും നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഗവർണർമാരുടെ നിയമനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ മുഹമ്മദ് ആരിഫ് ഖാൻ ഗവർണറായി വന്നു. കൽപ്പിച്ചു കൂട്ടിയാണ്. പേര് മറ്റൊന്ന്, പ്രവർത്തനം വേറൊന്ന്. അയാളെ വിശ്വാസവും പ്രവർത്തനവും ജാതിയും ഒക്കെ വേറെയാണ്. പക്ഷെ പേരും കുപ്പായും താലിക്കെട്ടും മറ്റൊന്നാണ്. അന്ന് മുതൽ തുടങ്ങിയില്ല വിദ്വേഷത്തിന്റെ ഭാഷയിലുള്ള സംസാരവും പ്രവർത്തനവും ഒക്കെ അതിവിടെ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കാനാണ്. ഭിന്നിപ്പിച്ച് വർദ്ധിപ്പിച്ചാലുള്ള ഗുണം എന്താ? സമുദായത്തിലെ ആളുകൾ ഭൂരിപക്ഷം വരുന്ന വിഭാഗം ഒരുമിച്ച് കിട്ടിയാൽ എടുക്കുക, അത് ഇതൊക്കെ ഉപയോഗിക്കുക. ഗവർണർ നിയമവാഴ്ചയാണോ നടത്തിയത്, നിയമവീഴ്ചയാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കി. ആരിഫ് മുഹമ്മദ് ഖാൻ നിയമപ്രകാരം ഭരണഘടന പ്രകാരം എടുത്ത കേരളത്തിന്റെ ഭരണം കേരളത്തിലെ ജനങ്ങൾക്കും കേരള ഗവൺമെന്റിനുമാണല്ലോ. ആ ഗവൺമെന്റിന്റെ നിരീക്ഷണം അനുസരിച്ചാണ് സർവകലാശാലകൾ ഉണ്ടാക്കുന്നത്. ആ സർവകലാശാല എങ്ങനെ നടക്കണമെന്ന് ഭരണഘടന പ്രകാരവും നിയമത്തിനുമുണ്ട്. അതിന്റെ ഗവർണർ, അതിന്റെ ചാൻസലർ എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത്, സാങ്കേതികമായ ഹെഡ്. ഇപ്പൊ ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടല്ലോ, ഭരണം നടത്തുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിക്ക് പിന്തുണ കൊടുക്കുന്നതും അഭിപ്രായം രൂപീകരിക്കുന്നതും എവിടെയാണ്? പാർലമെന്റാണ്. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം പ്രധാനമന്ത്രി നടപ്പാക്കുന്നു. പക്ഷേ പ്രസിഡന്റിനെ അയച്ച് ഒപ്പ് മേടിച്ചിട്ട് ഭരണഘടന പ്രകാരം ഹെഡ് പ്രസിഡന്റാണ്. അത് നാമമാത്രമായ ഒരു ഹെഡാണ്. പ്രധാനമന്ത്രി പറഞ്ഞാൽ ആൾ ഒപ്പിടണം. പ്രധാനമന്ത്രി അയച്ചു കൊടുത്ത പ്രസിഡന്റ് ഒപ്പിടൂല എന്ന് പറയാൻ പാടില്ല. അതേ തത്വമാണ് കേരളത്തിലും. ഇവിടെ ഭരണം നടത്തുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ നേതാവ് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും നിയമം നടത്താനുള്ള അംഗീകാരവും പിന്തുണയും കൊടുത്ത് നിയമം പാസാക്കി കൊടുക്കുന്നത് നിയമസഭയാണ്. നിയമസഭ പാസാക്കിയത് മുഖ്യമന്ത്രി നടപ്പാക്കണമെങ്കിൽ ആ നിയമം ഗവർണർക്ക് അയക്കണം. ഇന്ത്യയിൽ പ്രസിഡന്റിനുള്ള സ്ഥാനം കേരളത്തിൽ ഗവർണർക്കുണ്ട്. മന്ത്രിസഭ പാസാക്കി മുഖ്യമന്ത്രി അയച്ചു കൊടുക്കുന്ന നിയമം ഒപ്പിടാനല്ലാതെ തള്ളിക്കളയാൻ ഗവർണർക്ക് ഭരണഘടന പ്രകാരം അധികാരമില്ല. എന്നാൽ നമ്മുടെ ഗവർണർ കേരള നിയമസഭയുടെ ഏകകണ്ഠമായ തീരുമാനം, ഭരണപ്രതിപക്ഷം തമ്മിൽ തർക്കിച്ചിട്ട് ഭൂരിപക്ഷം പാസ്സാക്കലുണ്ടല്ലോ, അതല്ല. ഭരണവും പ്രതിപക്ഷവും കൂടിച്ചേർന്ന് പാസ്സാക്കി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ബില്ലും പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റിന് ഗവർണർക്ക് അയച്ചു കൊടുത്താൽ അതിലത്തെ മൂലക്കലിടും, അത് തള്ളിക്കളയൂ. ഈ തരത്തിലാണ് കഴിഞ്ഞ 5-8 കൊല്ലം നമ്മളോട് സമരം നടത്തിയത്. എന്തിനാണ്? ഇന്ത്യയിൽ മറ്റെല്ലാ സ്റ്റേറ്റിലും പല ഭരണങ്ങളും ഉണ്ടെങ്കിലും സുശക്തമായ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭരണം നിലനിൽക്കുന്നത് കേരളത്തിലാണ്. ഇത് പൊട്ടിക്കൽ നിർബന്ധമാണ്. ഇതിനെ തകർത്ത് താഴ്പ്പണമാക്കുന്നതിൽ നിർബന്ധമാണ് എന്ന് പ്രധാനമന്ത്രിക്കും നേതാക്കന്മാർക്കും അറിയാം. അതിന് ഉദ്ദേശപൂർവമായി പറ്റിയ ഒരു വെട്ടുകത്തി നേതാവിനെയാണ് കൂട്ടാഴ്ച ഗവർണറായിട്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രിൻസിപ്പൾ
ഹെഡ് മാസ്റ്റർ നിയമിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. അതിന് ഗവൺമെന്റ് പാനൽ ഉണ്ടാക്കി മുൻഗണന ഇതനുസരിച്ച് ഒരാളെ തെരഞ്ഞെടുത്ത് അത് തീരുമാനമാക്കി കഴിഞ്ഞാൽ നടപ്പാക്കാൻ ഗവർണറുടെ ഒപ്പ് വേണം. അതിനയക്കും. ഗവർണർ എന്താ ചെയ്ത് അത് മൂലം വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം സ്വന്തം RSS നേതാക്കന്മാരെ കേരള യൂണിവേഴ്സിറ്റി സർവകലാശാലയിലും കോഴിക്കോട് സർവകലാശാലയിലും വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഗവൺമെന്റിന് ഒരു പിടിയില്ലാത്ത മാതിരിയാക്കി. ഇതിന് ഇന്ത്യ ഗവൺമെന്റ് അനുകൂലം നിന്ന് കൊടുക്കുക. ഇതാണ് നിയമവീഴ്ച, നിയമവാഴ്ചയുടെ തകർച്ച എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം. ഇത്രയും കാലം 5-6 കൊല്ലമായി ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിൽ തർക്കം കൂടുന്നു, എതിർക്കുന്നു. എന്തിനാ? വേറെ കുടുംബ പ്രശ്നമല്ല. നിയമസഭ പാസാക്കിയത് നടപ്പാക്കേണ്ട ബാധ്യത പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കുണ്ട്. അത് നടപ്പാക്കണമെങ്കിൽ ഭരണഘടന പ്രകാരം ഗവർണറുടെ ഒരു ഒപ്പ് വേണം. ആ ഒപ്പിടലിൽ അയച്ചു കൊടുത്താൽ ഒപ്പിടാതിരിക്കാനുള്ള അധികാരം അയാൾക്കില്ല. നിർബന്ധമാണ് ഒപ്പിടല്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടൂല. ഇതാണ് നിയമവീഴ്ചയുടെ ഏറ്റവും വലിയതും ആദ്യത്വമായ ഒരു ഉദാഹരണം. ഇനി വേറെ ഓരോ ചുരുക്കം വിഷയം പറയുള്ളൂ. BJPയുടെ ഭരണമുള്ള ചില സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള സ്ഥിതി എന്താണെന്ന് അറിയാമെങ്കിൽ നിയമം പരസ്യമായി ലംഘിക്കുകയാണ്. റോഡ് വീതി കൂട്ടാൻ പള്ളിക്ക് ബുൾഡോസർ വെക്കുക, ഒരു നോട്ടീസ് പോലും കൊടുക്കില്ല. ബുൾഡോസർ വെച്ച് ക്രിസ്ത്യൻ പള്ളിയാലും മുസ്ലിം പള്ളിയാലും മാന്തി പൊളിച്ചിട്ട് റോഡ് ഇവിടെ വീതി കൂട്ടാനാണ് കഴിഞ്ഞ മിഞ്ഞാന്നുള്ളതാ സംഭവം പറയുന്നത്. അപ്പോൾ നിയമവാഴ്ചയല്ലല്ലോ. നിയമപ്രകാരം ഏത് ആവശ്യത്തിന് ഏത് ഭൂമി ആരെടുക്കുകയാണെങ്കിലും ആദ്യം ആ കക്ഷിക്ക് ഒരു നോട്ടീസ് കൊടുക്കണം, അയാളുടെ വിശദീകരണം കേൾക്കണം. ഇത് ഒന്നുമില്ലാതെ രാവിലെ ട്രാക്ടർ വന്നിട്ട് മാന്തുകയാണ് പള്ളി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇത് അവര് ഭരിക്കുന്ന രാജ്യങ്ങളിൽ മുഴുവൻ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ആ ബുൾഡോസർ കൊണ്ടുള്ള പ്രവർത്തനം നമ്മളെ സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട്. തൽക്കാലമായി ഇവരൊക്കെ ഇടപെട്ടിട്ട് അതല്ലെങ്കിൽ വലിയ സംഭവമായി വരുന്നുള്ളതുകൊണ്ട് സുപ്രീം കോടതി തൽക്കാലം ബുൾഡോസർ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, പണ്ട് നടത്തുന്നുണ്ടോ? സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള പള്ളികളിൽ തർക്കം ഉന്നയിക്കുക, അതാണ് വേറൊന്ന്. ആദ്യം ആ തർക്കം ഉന്നയിച്ച് പരിശീലനം നേടിയ ബാബരി മസ്ജിദിലാണ്. 1526 ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനുശേഷം 500-600 കൊല്ലം കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് അവിടെ വന്നതിന് ശേഷം അദ്ദേഹം ബാബരി മസ്ജിദ് നിർമ്മിച്ച് ഈ 500 കൊല്ലക്കാലവും അവിടെ മുസ്ലിം പ്രാർത്ഥനയും പ്രസംഗവും ജുമയും ബാങ്കും ഒക്കെ നടക്കുകയാണ്. ഒരു ദിവസം രാവിലെ പണി 500 കൊല്ലത്തിന് മുമ്പുള്ള കഥ ഞമ്മക്കറിയോ? ഒരു ദിവസം രാവിലെ പറയുന്നു അതിന്റെ ചുവട്ടിൽ പണ്ട് അമ്പലം ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് ഈ പള്ളി കയറ്റിയത്. തർക്കമുണ്ടാക്കാനുള്ള ഒരു വഴി അതാണ്. ഒരു സ്ഥാപനം, അതും പഴയ കാലത്ത് പ്രവർത്തിച്ച കല്ലും മണ്ണും ഒക്കെ ഉപയോഗിച്ച പെർക്ക്, അത് പൊളിച്ച് നിരപ്പാക്കി അവിടെ കെട്ടിടം കെട്ടി 600 കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ വാസന പോലും കാണുമോ? യാതൊരു പരീക്ഷണവും നടത്താതെ യാതൊരു റിപ്പോർട്ടും വാങ്ങാതെ ഭരണത്തിലിരിക്കുന്ന ചില നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി ബാബരി മസ്ജിദ് ഇടിച്ചു പൊളിച്ച് നിരപ്പാക്കി കളഞ്ഞു. അവിടെ ഇപ്പോൾ ക്ഷേത്രം നിർമ്മിച്ചു. ഇതിങ്ങനെ വിജയിച്ച് കണ്ടപ്പോൾ ഇപ്പൊ നിരന്തരമായിട്ട് ഉന്നയിക്കുക, പലതരം സ്ഥലങ്ങളിലും ആദ്യ പ്രശ്നം ഉന്നയിക്കുക. അതിന് വേണ്ടി അമ്പലം ഉണ്ടായിരുന്നു, എന്നിട്ട് ചിലർ കോടതിയിൽ പോയി കേസ് കൊടുക്കുക. ഇപ്പൊ നേരത്തെ യാദവിന്റെ വിധി പറഞ്ഞില്ല അലഹബാദ് ഹൈക്കോടതിയിൽ, അതുപോലെ ചില കോടതികൾ, അങ്ങനെയുള്ള കോടതികളും ഉണ്ട്. കോടതിനെ പറ്റിയൊക്കെ കുറ്റം പറയാൻ ധൈര്യമല്ല കേട്ടോ. ഞാൻ നിങ്ങളെ പോലെ ഒരു വക്കീലായതുകൊണ്ട് കോടതിനെ പറയാൻ ധൈര്യമില്ലെങ്കിലും ചില സംഗതികൾ പറയാതിരിക്കാൻ പറ്റുമോ? ചില കോടതികൾ അത് പരിശോധിക്കാനും ഗവേഷണം നടത്താനും ഓർഡർ കൊടുക്കുകയാണ്. ഓർഡർ കൊടുക്കാൻ പാടുണ്ടോ? പാടില്ലെന്നാണ് ഞങ്ങളൊക്കെ പഠിച്ച നിയമം. 1991 ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ എന്താണ് പറയുന്നത് അറിയാമോ? ഇവിടുത്തെ അമ്പലങ്ങളും പള്ളികളും ക്രിസ്ത്യൻ പള്ളിയും ജൂതപ്പള്ളിയും ഏത് ആരാധനാലയമാണെങ്കിലും 1947 ആഗസ്റ്റ് 15 എങ്ങനെയായിരുന്നുവോ ആരതായിരുന്നുവോ ആ നില തുടരണം. സ്റ്റാറ്റസ് കോ മേ ബി മെയിൻറ്റെയിൻഡ്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യ ദിനത്തിൽ അവിടെ പള്ളിയാണെങ്കിൽ പള്ളി, അമ്പലമാണെങ്കിൽ അമ്പലം, ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളി, അത് മാറ്റാനോ തൊടാനോ ഉന്നയിക്കാൻ അധികാരമില്ല. ആ നിയമം പാർലമെന്റ് ഏകകണ്ഠമായി പാസാക്കിയതാണ്. ആ നിയമം നിലവിലിരിക്കുമ്പോഴാണ് പള്ളിന്റെ ചോട്ടിൽ അമ്പലമായിരുന്നു എന്നൊരു പെറ്റീഷൻ കൊടുത്താൽ അത് അന്വേഷിക്കാൻ പോലീസ് വരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി, ഞങ്ങൾ കോടതിയുടെയും ചെറിയ ഒരു കളി ഇതിൻ്റെ അകത്തില്ലേ. അങ്ങനെ എത്രയോ സ്ഥലത്ത് സംഭവങ്ങൾ നടന്നു. നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ അടുത്ത്
പല സ്ഥലത്ത് ചിലപ്പോൾ കോടതിയിൽ നിന്നും കമ്മീഷനെ അയക്കുക, ഇതൊരു പരിശോധിക്കുക, അപ്പോഴത്തേനും അവിടെ ബഹളമാവും. ഉത്തർപ്രദേശിൽ RSS BJP ഭരണമാണ്. അവിടെ ഒരു പള്ളിയിൽ അരഞ്ഞു കൊടുത്ത് ഓർഡർ വാങ്ങിയിട്ട് പരിശോധിക്കാൻ വന്നു. സംബേൽ എന്നാണ് ആ പള്ളിക്ക് പേര്, ആ സ്ഥലത്തിന് പേര്. ആ പള്ളിയിൽ കമ്മീഷൻ വന്ന് BJP-ക്കാരും കൂടി വന്ന് പരിശോധന തുടങ്ങി. ഒരു നോട്ടീസ് ഇല്ല, ഒരു വിവരമില്ല. ഒരു ദിവസം രാവിലെ നമ്മളിപ്പോൾ അമ്പലമാണ്, പള്ളിയാണ്, എന്തൊരു ബഹുമാനമാണ് നമ്മുടെ നാട്ടിലൊക്കെ. അതിൻ്റെ വിശ്വസിക്കുന്നവരും ഇല്ലാത്തവരും ഒക്കെ ബഹുമാനിക്കില്ലേ ആരാധനാലയങ്ങൾ. ഇതൊരു പള്ളി പൊളിക്കാൻ ബുൾഡൗസിലേറ്റ് രാവിലെ കയറി വരുമ്പോൾ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെയാണ് കയറി വരുന്നത്. അപ്പോൾ അവിടെ ആൾ കൂടി, അവിടെ ബഹളമായി, അടിപിടിയായി, സംഘട്ടനായി, സംഘർഷമായി. അവസാനം പോലീസ് വെടിവെച്ചു, 4 ആളുകൾ മരിച്ചു വീണു. അതാണ് ഇപ്പം അടുത്തുണ്ടായിട്ടുള്ള സംഭവം. എന്താണ് ഈ തരത്തിൽ? ഇതിനൊക്കെ 991 ആ നിയമം ഉണ്ടായിട്ട് ആ നിയമം മറികടന്ന് കോടതി ഓർഡർ കൊടുത്തിട്ടും കൊടുക്കാതെയും നിയമം ലംഘിച്ചുകൊണ്ട് അധികാരം ഉപയോഗിച്ച് അക്രമം കാണിക്കുന്നു എന്നതാണ് നിയമത്തിന്റെ വീഴ്ച. ആ വീഴ്ചയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്ന ഓരോരോ സമ്പ്രദായം നോക്കണം. 5-6 കൊല്ലം മുമ്പാണ് നരേന്ദ്രമോദി പാർലമെന്റിൽ ബില്ല് ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ എന്ന് പാസ്സാക്കാലോ പൗരത്വ ഭേദഗതി നിയമം. എന്തിനാണ് ഇപ്പോൾ ഒരു പൗരത്വം ഭേദഗതിയാണ്? ഇന്ത്യൻ പൗരൻ ആരായിരിക്കണമെന്നും അവന്റെ അവകാശ അധികാരങ്ങൾ എന്താണെന്നും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഈ പിരിഞ്ഞുപോയ 2 മുസ്ലിം ഹിന്ദു കക്ഷികളല്ലാത്തവരൊക്കെ ഈ ഭരണഘടനയിലുള്ളവരാണ്. ഒരു കൂട്ടർ പോയി പാകിസ്ഥാനിലെത്തി, മറ്റേ കൂട്ടർ വേറെ ചില വഴിക്ക് പോയി. ഇതല്ലാത്തവരെല്ലാം കൂടി കൂട്ടിച്ചേർന്ന് ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന പ്രകാരം അതിൽ കൃത്യമായിട്ട് നിയമം പറയുന്നുണ്ട്. പൗരത്വമുണ്ട്, ആരാണ് പൗരന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പുതുതായി ഒരാൾക്ക് പൗരത്വം കൊടുക്കണമെങ്കിൽ അത് എങ്ങനെ വേണമെന്നും ഈ ഭരണഘടനയിലുണ്ട്. പൗരത്വം നിഷേധിക്കേണ്ട ഭാഗവുമുണ്ട്. വ്യവസ്ഥാപിതമായ പൂർണ്ണമായ നിയമ നടപടി ക്രമങ്ങളോടുകൂടിയുള്ള ഭരണഘടന ഉണ്ടാകുമ്പോൾ പിന്നൊരു പൗരത്വ ഭേദഗതി നിയമം എന്തിനാണ്? മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കാനും പൗരത്വം നിഷേധിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ടാക്കാൻ പാസാക്കുന്ന നിയമം. അപ്പൊ ഭരണഘടനാ വിരുദ്ധമല്ലേ? ഇത് ഭരണഘടന തകർക്കലല്ലേ? ഇത് നിയമവാഴ്ചയുടെ പരാജയമാണല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പ്രശ്നം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ സംസ്ഥാനങ്ങൾ, കേന്ദ്രം ഇത് ഭരണഘടന പ്രകാരം തീരുമാനിച്ചതാണ്. സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ്. എല്ലാ സംസ്ഥാനങ്ങളും കൂടിച്ചേർന്നിട്ടാണ് ഇന്ത്യ. സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായ അധികാര അവകാശങ്ങൾ കൊടുക്കുന്നത് ഭരണഘടനയാണ്. ആ ഭരണഘടന പ്രകാരം ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ തീരുമാനിക്കണമെന്ന് നിയമസഭയ്ക്കും സംസ്ഥാനത്തിനും അധികാരം കൊടുത്തിട്ടുണ്ട്, കേന്ദ്രത്തിനുമുണ്ട്. അതിൽ അന്യോന്യം ഇടപെടാറില്ല. വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. സെൻട്രൽ ലിസ്റ്റ്, കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്. ഇതിൽ ഇടപെടാറില്ല. സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും വരുമാനവും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പ്രധാന വരുമാനം എന്താണ്? കേന്ദ്രത്തിന്റെ പ്രധാന വരുമാനം തീവണ്ടി, വിമാനം, കപ്പല്, അന്താരാഷ്ട്ര കച്ചവടം, അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിനാണ് വരുമാനം. സംസ്ഥാന ഗവൺമെന്റിന് പ്രധാനമായി 2 കാര്യത്തിലാണ് വരുമാനം. ഒന്ന് ഭൂനികുതി, രണ്ടാമത്തെ സെയിൽ ടാക്സ് ആയിരുന്നു ഈ മോഡി വരുന്നത് വരെ. പണ്ട് കൃഷിക്കൊരു നികുതി ഉണ്ടായിരുന്നു, അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്. അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ചു, കൃഷിക്കാരന്റെ ടാക്സ് വാങ്ങണ്ടെന്ന് പറഞ്ഞു. കച്ചവട നികുതി കേരള ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ പിരിച്ചിരുന്നു, കേരളം പിരിച്ചിരുന്നു. ഭൂനികുതിയും കച്ചവട നികുതി, സെയിൽ ടാക്സുമാണ് സംസ്ഥാനത്തിന്റെ വരുമാനം. സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തി ഈ ഫെഡറൽ സമ്പ്രദായം, സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൂടി ഇന്ത്യ ഉണ്ടാക്കുന്ന സമ്പ്രദായം തകർക്കണം. കേന്ദ്രത്തിൽ ഒറ്റ കക്ഷി മതി എന്ന അധികാരം നിലനിർത്താൻ വേണ്ടി ഇതിൽ മാറ്റം വരുത്തി നമ്മളെ ബോഡി. സെയിൽ ടാക്സ് ഇനിമേലിൽ സംസ്ഥാനം പിരിക്കണ്ട, അത് കേന്ദ്ര ഗവൺമെന്റ് പിരിക്കുന്നതാണ്. അത് GST എന്ന പേരിൽ അതിന് ചില കമ്മീഷനും കാര്യങ്ങളും ഒക്കെ വെച്ചു. എന്നിട്ട് പറഞ്ഞു പിരിവ് ഞങ്ങൾ എടുക്കും, അതിന് ചെറിയൊരു സംഖ്യ നിങ്ങൾക്ക് തരും. കിട്ടിയത് കിട്ടി എന്നുള്ള നിലക്ക് സമാധാനിച്ചു വന്ന് അവസാനം ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അതും തരൂല. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, അവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അതിൽ പ്രത്യേകത്തെ ഇഷ്ടമില്ലാത്ത കേരളമാണ്, കേരളത്തിന് തരൂല. നമ്മൾക്ക് പഴയ കാലം മുതൽക്ക് അവകാശപ്പെട്ടതും ഭരണഘടന അനുവദിച്ചതുമായ സെയിൽ ടാക്സ് പിടിച്ചെടുത്ത് തരൂലാന്ന് മാത്രമല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇപ്പോൾ ഇത് നിയമത്തിന്റെ വാഴ്ച തകർക്കലാണ്. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളുമുണ്ട്. പിന്നെ
ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോൾ ഇവിടുത്തെ വലിയ വലിയ സംരംഭങ്ങളൊക്കെ മുതലാളിമാരുടെ കയ്യിലായിരുന്നു. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനുള്ള അധികാരം മുതലാളിമാർക്കായിരുന്നു. നിങ്ങൾക്കറിയോ? ഇൻഷുറൻസ് കമ്പനി മുതലാളിമാരുതായിരുന്നു. ബോംബെ കേന്ദ്രമാക്കിക്കൊണ്ട് വലിയ വലിയ ഇൻഷുറൻസ് കമ്പനിക്കാർ നമ്മുടെ രാജ്യത്തിലൂടെ ആളെ പിടിക്കാൻ വരുമ്പോട്ട്. അതുപോലെ വൻകിട വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണ കേന്ദ്രം, വിമാന നിർമ്മാണ കേന്ദ്രം, ഇതൊക്കെ മുതലാളിമാരുതായിരുന്നു. ഇതെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ്, പ്രത്യേകിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുൻകൈ എടുത്തുകൊണ്ട് ഇത് മുഴുവൻ ദേശവൽക്കരിച്ചു, ഇന്ത്യ ഗവൺമെന്റിൻ്റെതാക്കി. ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് വിമാന നിർമ്മാണ കമ്പനി ബാംഗ്ലൂർ ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തു. ബക്രാനങ്കൽ, വലിയ പദ്ധതികൾ, വലിയ വ്യവസായങ്ങൾ മുഴുവൻ 4 മുതലാളിമാരാണ് അന്നുണ്ടായിരുന്നത്. ടാറ്റ, ബിർള, ദാൽമിയ, മുണ്ട്ര. വേറെ ഒരൊറ്റ മുതലാളിയും ഇന്ത്യ രാജ്യത്തില്ല. അതിൽ നിന്ന് മാറ്റം വരുത്തി നമ്മളെ മോഡി. വിമാന കമ്പനിയും വിമാനത്താവളവും മുതലാളിമാരെ പാട്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. പലതും കൊടുത്തു കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ കൊടുക്കുന്നു. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞു. പണ്ട് അങ്ങനെയായിരുന്നു. മുതലാളിമാരാണ് റെയിൽവേ നടത്തിയിരുന്നത്, തീവണ്ടി. അത് ഭരണഘടന വന്നിട്ടാണ് ദേശവൽക്കരിച്ച് ഇന്ത്യൻ റെയിൽവേസ്, ഇന്ത്യ രാജ്യത്തിന്റെ റെയിൽവേ എന്ന പേരിട്ടത്. അത് തിരിച്ചു കൊണ്ടുപോവുകയാണിപ്പോൾ. റെയിൽവേയിൽ ഒരു ഭാഗം പാട്ടത്തിന് കൊടുത്തു. വിമാനത്താവളം പലതും സ്വകാര്യ മുതലാളിമാർക്കായി. വിമാനങ്ങളാണെങ്കിലോ ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറഞ്ഞ ലൈൻ മാത്രമാണ് ഇന്ത്യ ഗവൺമെന്റിന്. ബാക്കിയുള്ളത് മുഴുവൻ മുതലാളിമാരുടെ കമ്പനിയാണ് വിമാനം പറപ്പിക്കുന്നത്. അവർ നമ്മളെ ചൂഷണം ചെയ്യുന്നു. ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒഴിവ് കാലത്ത് വരുന്ന ഒരു കാലം വന്നാൽ വിമാനക്കൂലി 4 ഇരട്ടിയാക്കി. ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് നാട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാൻ കൊണ്ടുവരുന്ന പൈസ ചൂഷണം ചെയ്യാനുള്ള പണി. ഇത് മുതലാളിത്തത്തിന്റെ പണിയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യമല്ല. അതിൽ സങ്കടപ്പെട്ടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയവരൊക്കെ പറയുന്നത്. അതൊക്കെ മുതലാളിത്തത്തിന്റെ കടുംപിടുത്തമാണ്. അപ്പൊ വിമാനത്താവളം ദേശവൽക്കരിച്ചത് ഒഴിവാക്കി, റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായിട്ടല്ല, കുറേശ്ശെ എടുത്തുകൊണ്ടുവരുന്നു. ഇതൊക്കെ നിയമവാഴ്ചയുടെ വീഴ്ചയാണ് എന്ന് നിങ്ങളും ഞാനും മനസ്സിലാക്കണം. വലിയ വലിയ വ്യവസായങ്ങളും നിങ്ങൾക്കറിയോ, ഇന്ന് ടാറ്റ, ദാൽമിയ, മുണ്ട്ര, ബിർള അവരൊക്കെ 4ാം തരാണ്. ഇപ്പൊ ആദാനി, അംബാനി, കിംബാനി 275 വൻകിട മുതലാളിമാർ ഇന്ത്യ രാജ്യത്ത് ഇപ്പുണ്ട്. അവരുടെ കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചെടുത്ത ലാഭം ഒരു ഭാഗം പ്രധാനമന്ത്രിക്ക് കൊടുക്കണം, ഇന്ത്യ ഗവൺമെന്റിന്. അത് പിരിക്കാനുള്ള ഒരു കള്ള പരിപാടി ഉണ്ടാക്കി. ഇലക്ഷൻ കാലത്ത് സംഭാവന കൊടുക്കുന്നു എന്ന പേരിൽ ഇലക്ട്രൽ ബോണ്ട് എന്നാണ് അതിന്റെ പേര്. ആ ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിക്കുക, ആ ബോണ്ട് പ്രധാനമന്ത്രിക്ക് കൊടുക്കുക. ഈ പ്രമാണിമാരുടെ സമ്പാദ്യത്തിൽ ലാഭം കിട്ടിയാൽ ഒരു വലിയ സംഖ്യ ഇന്ത്യ ഗവൺമെന്റ് ഒരു പണിയെടുക്കാതെ പണം ഉണ്ടാക്കുക. ആ പണം കൊണ്ട് ഇലക്ഷനിൽ വോട്ട് പിടിക്കാൻ രാജ്യം മുഴുവൻ കൊണ്ടു നടക്കുകയാണ്. എവിടേക്കാണ് നമ്മുടെ രാജ്യം പോണത്? ഇത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ അടികൊണ്ട് പട്ടിണി കിടന്ന് നഷ്ടപ്പെടും എന്ന ദുഃഖം സമ്മേളനത്തിന്റെ ഭാഗമായി അറിയിക്കലാണ് ഈ സെമിനാറിന്റെ ഉദ്ദേശം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സ്ഥിതിഗതികളിൽ വന്ന മാറ്റങ്ങൾ, ദേശവൽക്കരണം, മറ്റതൊക്കെ വന്നു. റെയിൽവേ, വ്യവസായം, ഭരണഘടന, ഹിന്ദുസ്ഥാൻ എയർക്രാഫ്റ്റ് ഒക്കെ ഇപ്പോൾ ഇല്ലാതാകും. ഈ ഫെഡറൽ വ്യവസ്ഥ തന്നെ ലംഘിക്കും, സംസ്ഥാനങ്ങളെ പുല്ലാക്കുകയാണ്. എന്തെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ സഹിക്കുന്ന വേദനകൾ എന്താണെന്നറിയും. ഇതൊക്കെ മറികടക്കാൻ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഒരു പരിധിവരെ കേരളത്തിൽ പിണറായി വിജയൻ പിടിച്ചു നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയൊക്കെ ആണെങ്കിൽ പിടിച്ചു നിൽക്കുമോ? നിന്നിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നിന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇപ്പം നിൽക്കുക? അതുകൊണ്ട് ഈ ഒരു ദുരവസ്ഥ, നിയമവാഴ്ചയുടെ വീഴ്ച നമ്മുടെ രാജ്യത്തെ തകർക്കുന്നു. ഏകാധിപത്യത്തിലേക്കും മുതലാളിത്തത്തിന്റെ മേധാവിത്വത്തിലേക്കും കൊണ്ടു നടന്ന് സോഷ്യലിസ്റ്റ് വീക്ഷണം തകർത്തി അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വഴി വെട്ടിത്തെളിയിക്കാൻ നമ്മളെ പ്രബലമായ സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കും. ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയുമാണ് അടുപ്പിക്കുക. അതിന് അവൻ ഇത് പറഞ്ഞു എന്ന് പറയും, ഇവൻ മറ്റത് പറഞ്ഞു എന്ന് പറയും, രണ്ടും പറഞ്ഞു ഇവർ തന്നെ. ഇതിനൊക്കെ വ്യത്യസ്തമായി ഇതെല്ലാം ഒരുമിച്ച് നിർത്തി ഒപ്പം കൊണ്ടുപോകാനുള്ള ഒരാശയഗതി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയും സംഘടിതമായി ശക്തമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാലം വളർത്തിക്കൊണ്ടുവരണം. ആ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കണം. നിയമവും ഭരണഘടനയും പുല്ലിവര വെച്ച് തകർക്കുന്നു. ഭരണഘടന പോയാൽ നമ്മളെ സ്ഥിതി വളരെ കഷ്ടത്തിലാണ്. നമുക്കിപ്പോൾ എന്തൊരാപത്ത് വന്നാലും കോടതി പോകാൻ, ഭരണഘടന പോയാൽ പിന്നെന്ത് കോടതിയാ? പിന്നെ രാജാവിനെ കാണാൻ പോകില്ലേ പണ്ട്?
അതേമാതിരി പ്രധാനമന്ത്രിയെ കാണാൻ കിട്ടിയില്ലേ മറ്റേ മന്ത്രിയെ കാണണം. ഇത് ഒരു മന്ത്രിയെയും കണ്ട ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് നിഷേധിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ പോകല്. കോടതിയുടെ വിധി വാങ്ങിയ ആരും നടപ്പാക്കിയാലും നമ്മളെ കാര്യം രക്ഷപ്പെടും. ഇതിവിടെ തകർക്കുകയാണ് എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ സംഘടിതമായി മറ്റെല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദനങ്ങൾ.